മനുഷ്യരെ ബാധിക്കുന്ന ഏറ്റവും മാരകമായ ജന്തുജന്യ രോഗമാണ് റാബിസ് അഥവാ പേവിഷബാധ. ഈ അടുത്ത കാലത്ത് ഒരു ഹോമിയോ ഡോക്ടർ സ്വന്തം പെറ്റ് ഡോഗിൽ നിന്ന് പേവിഷബാധയേറ്റ് മരണമടഞ്ഞ വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഈ അസുഖം ബാധിച്ചാൽ മരണം 100% ഉറപ്പാണ്. എന്നാൽ മനസ്സിലാക്കുക, 100% പ്രതിരോധ കുത്തിവയ്പ്പുകൾ കൊണ്ട് രക്ഷപ്പെടുത്താവുന്ന അസുഖവുമാണിത്. പേവിഷബാധയ്ക്ക് പ്രതിരോധ ചികിത്സ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. റാബീസ് വൈറസാണ് പേവിഷബാധ ഉണ്ടാക്കുന്നത്. പേവിഷം നാഡീവ്യൂഹത്തെ ബാധിക്കുന്നു. ഉഷ്ണരക്തമുള്ള എല്ലാ ജന്തുക്കളിലൂടെയും രോഗം പടരാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് നായ, പൂച്ച, വവ്വാൽ, കന്നുകാലികൾ, കീരി, കുറുക്കൻ, കുരങ്ങൻ, ആട്, പന്നി, കഴുത. എന്നാൽ 99% രോഗബാധയും നായയിലൂടെ സംഭവിക്കുന്നു. റാബിസിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് 1 മാസം മുതൽ 3 മാസം വരെയാണ്. അതായത് പേവിഷബാധയുള്ള ഒരു മൃഗം കടിച്ചാൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാൻ 1 മാസം മുതൽ 3 മാസം വരെ എടുത്തേക്കാം. മുറിവിനും മസ്തിഷ്കത്തിനും ഇടയ്ക്കുള്ള ദൂരമനുസരിച്ചായിരിക്കും മരണം സംഭവിക്കുക. ഉദാഹരണം, കാലിലാണ് കടിയേൽക്കുന്നതെങ്കിൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാനും മരണം സംഭവിക്കാനും സമയം കൂടുതലെടുത്തേക്കാം. എന്നാൽ നായയുടെ കടി കയ്യിലോ മുഖത്തോ ആണ് സംഭവിക്കുന്നതെങ്കിൽ വേഗത്തിൽ തന്നെ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുകയും മരണം സംഭവിക്കുകയും ചെയ്യുന്നു. രോഗലക്ഷണങ്ങൾ 3 ഘട്ടങ്ങളിലായി കാണുന്നു. 1-ാം ഘട്ടത്തിൽ കടിച്ച ഭാഗത്ത് ചൊറിച്ചിലും വേദന അനുഭവപ്പെടാം. പനിയും തലവേദനയും ഉണ്ടാകാം. 2-ാം ഘട്ടത്തിൽ രോഗിക്ക് ഭയം, ഉത്കണ്ഠ എന്നിവ കാണുന്നു. 3-ാം ഘട്ടത്തിൽ രോഗിക്ക് ഹൈഡ്രോഫോബിയ, അതായത് വെള്ളം കണ്ടാൽ പേടി, ശ്വാസമുട്ടൽ, തളർച്ച എന്നിവ അനുഭവപ്പെടുന്നു. കോമ സ്റ്റേജിലേക്ക് പോവുകയും മരണം സംഭവിക്കുകയും ചെയ്യുന്നു. റാബിസ് ഉള്ള മൃഗങ്ങളെ എങ്ങനെ തിരിച്ചറിയാം? അവ വെളിച്ചം കണ്ടാൽ ഭയപ്പെടുന്നു. ഇരുട്ടത്ത് ഒളിച്ചിരിക്കാനായി ശ്രമിക്കുന്നു. കാരണം കൂടാതെ മറ്റു മൃഗങ്ങളെയും മനുഷ്യരെയും ആക്രമിക്കുന്നു. റാബിസ് വരാതിരിക്കാൻ എന്തൊക്കെയാണ് പ്രതിരോധ മാർഗങ്ങൾ? അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കുക. വീട്ടിൽ വളർത്തുന്ന നായ്ക്കൾക്കും തെരുവ് നായ്ക്കൾക്കും പ്രതിരോധ കുത്തിവയ്പ് നൽകിയിരിക്കണം. പരിചയമില്ലാത്ത മൃഗങ്ങളെ സ്നേഹിക്കാനോ പരിലാളിക്കാനോ ഉപദ്രവിക്കാനോ ശ്രമിക്കരുത്. എങ്ങനെയാണ് പേവിഷബാധ പകരുന്നത്? 1-ാമതായി, വിഷബാധയേറ്റ മൃഗങ്ങൾ കടിച്ചാൽ രോഗം പകരുന്നു. 2-ാമതായി, നമ്മുടെ ശരീരത്തിലെ മുറിവുകളിൽ മൃഗത്തിൻ്റെ ഉമിനീര് പൊരുളുകയാണെങ്കിൽ രോഗം പടരുന്നു. 3-ാമതായി, മൃഗത്തിൻ്റെ ഉമിനീര് നമ്മുടെ കണ്ണിലോ വായിലോ മൂക്കിലോ പതിക്കുകയാണെങ്കിൽ രോഗം പകരുന്നു. മൃഗങ്ങളിൽ ഏത് പ്രായത്തിലാണ് പ്രതിരോധ കുത്തിവയ്പ് എടുക്കേണ്ടത്? മൃഗങ്ങൾ ജനിച്ച് 3-ാം മാസവും 9-ാം മാസവും വാക്സിനേഷൻ എടുക്കേണ്ടതാണ്. തുടർന്ന് എല്ലാ വർഷവും ബൂസ്റ്റർ ഡോസ് എടുക്കേണ്ടതാകുന്നു. ഡോഗ് ബൈറ്റ് കാറ്റഗറീസ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡോഗ് ബൈറ്റിനെ 3 കാറ്റഗറിയായി തിരിച്ചിരിക്കുന്നു. ചികിത്സാരീതിയും 3ആയി തരംതിരിച്ചിരിക്കുന്നു. കാറ്റഗറി 1, രോഗബാധ സംശയിക്കുന്ന നായ തൊടുകയോ പൊട്ടലില്ലാത്ത തൊലിയിൽ നക്കുകയോ ചെയ്യുന്നു. എന്താണ് ചികിത്സ? ടാപ്പ് വാട്ടർ തുറന്ന് ഒഴുകുന്ന വെള്ളത്തിൽ 15 മിനിറ്റ് നേരം സോപ്പ് തേച്ച് കഴുകണം. കാറ്റഗറി 2, അതായത് കടിയേറ്റ ഭാഗത്ത് തൊലി പോകുന്നു എന്നാൽ ചോര പൊടിയുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ചെറിയ മുറിവുകളിൽ നായയുടെ ഉമിനീര് പറ്റുന്നു. എന്താണ് ചികിത്സ? കടിയേറ്റ ഭാഗം 15 മിനിറ്റ് സോപ്പ് കൊണ്ട് കഴുകണം. ആൻറ്റി റാബിസ് വാക്സിനേഷൻ എടുക്കണം. അതോടൊപ്പം TT വാക്സിനേഷനും എടുത്തിരിക്കണം. കാറ്റഗറി 3, കടിയേറ്റ ഭാഗത്തു നിന്നും ചോര പൊടിയുന്നു അല്ലെങ്കിൽ വലിയ മുറിവുണ്ടാകുന്നു. എന്താണ് ചികിത്സ? കടിയേറ്റ ഭാഗം മേൽപ്പറഞ്ഞ രീതിയിൽ നല്ലവണ്ണം കഴുകണം. ആൻറ്റി റാബിസ് വാക്സിനേഷൻ എടുക്കണം. ആൻറ്റി റാബിസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എടുക്കണം. TT വാക്സിനേഷനും എടുക്കണം. എങ്ങനെയാണ് ആൻറ്റി റാബിസ് വാക്സിനേഷൻ എടുക്കേണ്ടത്? ഡെൽറ്റോയിഡ് മസിലിൽ അഥവാ തോളിലാണ് വാക്സിനേഷൻ എടുക്കുക. കുഞ്ഞുങ്ങളിലാണെങ്കിൽ വാക്സിനേഷൻ തുടയിൽ എടുക്കുന്നു. 0, 3, 7, 28 എന്നീ ദിവസങ്ങളിലാണ് വാക്സിനേഷൻ എടുക്കുക. 0 നായ കടിച്ച ദിവസം, 3, 7, 28 എന്നീ ദിവസങ്ങളിൽ തുടർന്നെടുക്കുക. നായ കടിച്ച് എത്രയും വേഗം തന്നെ ഷെഡ്യൂൾ ആരംഭിക്കേണ്ടതാകുന്നു. ആരൊക്കെയാണ് ആൻറ്റി റാബിസ് വാക്സിനേഷൻ എടുക്കേണ്ടത്? മുതിർന്നവർ, കുട്ടികൾ, നവജാത ശിശുക്കൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, ഗുരുതരമായ അസുഖം ബാധിച്ചവർ, ഇങ്ങനെ ആർക്ക് നായയുടെ കടിയേറ്റാലും നിർബന്ധമായും വാക്സിനേഷൻ എടുക്കേണ്ടതാണ്. ഒരിക്കൽ ഫുൾ കോഴ്സ് വാക്സിനേഷൻ എടുത്തവർ വീണ്ടും കടിയേറ്റാൽ ഒരിക്കൽ കൂടി വാക്സിനേഷൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ? 3 മാസത്തിനുള്ളിലാണ് കടിയേൽക്കുന്നതെങ്കിൽ വീണ്ടും വാക്സിനേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ 3 മാസത്തിന് ശേഷമാണ് കടിയേൽക്കുന്നതെങ്കിൽ 2 ഡോസ് വാക്സിനേഷൻ എടുക്കണം. 0, 3 ദിവസങ്ങളിൽ.
മുറിവ് എത്ര തീവ്രമാണെങ്കിലും ഇമ്മ്യൂണോഗ്ലോബുലിൻ വീണ്ടും ആവശ്യമില്ല. പൂർണ്ണമായും വാക്സിനേഷൻ എടുത്ത നായിൽ നിന്നാണ് കടിയേറ്റതെങ്കിലും കടിയേറ്റയാൾ തീർച്ചയായും വാക്സിനേഷൻ എടുക്കേണ്ടതാവുന്നു. മൃഗങ്ങളുമായി അടുത്ത് ഇടപെടുന്നവർ, അതായത് മൃഗാശുപത്രി ജീവനക്കാർ, മൃഗശാല ജീവനക്കാർ, വനം വകുപ്പ് ജീവനക്കാർ, പെറ്റ് ഷോപ്പ് ജീവനക്കാർ, ഇവരെയെല്ലാം ഹൈ റിസ്ക് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതായത് നായയുടെ കടി ഏൽക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഷെഡ്യൂൾ വാക്സിനേഷൻ എടുക്കേണ്ടതാകുന്നു. 0, 7, 28 ദിവസങ്ങളിൽ എടുക്കേണ്ടതാണ്. വീണ്ടും മൃഗത്തിൻ്റെ കടി ഏൽക്കുകയാണെങ്കിൽ 2 ഡോസ് വാക്സിനേഷൻ മാത്രം മതിയാകും 0, 3 ദിവസങ്ങളിൽ. ആൻറ്റി റാബീസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഒറ്റ ഡോസേ ആവശ്യമുള്ളൂ. ആദ്യത്തെ 7 ദിവസം വരെ ഇമ്മ്യൂണോഗ്ലോബുലിൻ കൊടുക്കാൻ സാധിക്കും. പക്ഷേ നായ കടിച്ച് എത്രയും പെട്ടെന്ന് തന്നെ ഇമ്മ്യൂണോഗ്ലോബുലിൻ കൊടുക്കേണ്ടതാണ്. ഇങ്ങനെ കൃത്യമായ പ്രതിരോധ കുത്തിവയ്പ്പിലൂടെ 100% റാബീസ് തടയാൻ സാധിക്കുന്നു.